കരുണയുടെ അവസാന മണിക്കൂർ 35. മാനവകുലത്തിൻ്റെ ഏറ്റവും കൊടിയ പാപം. മനുഷ്യർ പരസ്പരം വെറുക്കാനായി സർപ്പം അവരിൽ വിദ്വേഷം കുത്തിവയ്ക്കുന്നു. ഇതേ ദുഷ്ട ഉദ്ദേശത്തോടെ പരസ്പരം കൊല്ലാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രന്മാരുടെ പരമ്പരയെ ഉന്മൂലനം ചെയ്യാനായി എൻ്റെ നിശ്വാസം അയക്കുന്നു. അവർ പരസ്പരാസക്തിയാൽ ജ്വലിച്ച് ലജ്ജാകര കൃത്യങ്ങൾ ചെയ്യും. അതിൽ ആഹ്ലാദിക്കുന്ന സർപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മനുഷ്യന് തൻ്റെ ശരീരം നൽകിയവനെതിരെയുള്ള പരമമായ പാപമാണിത്. പുരുഷന്മാർ സ്ത്രീകളുമായുള്ള തങ്ങളുടെ സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയാൽ ദൈവത്തിൻ്റെ ഛായ അവരിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. അവിശ്വസ്തരായിരിക്കാനും വശീകരിക്കപ്പെടാനും നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് പിശാചാണെന്ന് ഓർക്കുക. അതുവഴി അവൻ അവരെ കൊലപാതകികളും കള്ളന്മാരും കവർച്ചക്കാരുമാക്കി മാറ്റുന്നു. ഏറ്റവും ലജ്ജാകരമായ അതിക്രമവും ഏറ്റവും മ്ലേച്ഛമായ പാപവുമായ സ്വവർഗഭോഗത്തിലേക്കും അവൻ അവരെ നയിക്കുന്നു. ഇവയെല്ലാം സംഭവിക്കുമ്പോൾ ദൈവിക നിയമത്തിൻ്റെ സാധ്യത ലംഘിക്കപ്പെടുകയും സഭ ഒരു വിധവയെപ്പോലെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങളെ, എല്ലാ തരത്തിലുമുള്ള മഹാമാരികളും ഈ ഭൂമിക്കായി കരുതി വച്ചിരിക്കുന്നു. ഈ മഹാമാരികളും ദുരിതങ്ങളും ഈ നാളുകളിൽ തന്നെ വരും. എൻ്റെ കുഞ്ഞുങ്ങളെ, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസാധാരണമായ പ്രതിഭാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഭയപ്പെടാതിരിക്കേണ്ടതിന് ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകപ്പെടുന്നു. ഈ സമയം വളരെ അകലെയല്ല എന്ന് ഞാൻ ഉറപ്പായും പറയുന്നു. എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മറ്റൊരു മഹാമാരി ഉണ്ടാകും, ഒരു മിനിറ്റ് നേരത്തേക്കുള്ള ഒരു മഹാമാരി. അതുവഴി ആയിരക്കണക്കിന് മനുഷ്യർ നശിപ്പിക്കപ്പെടും. അതിക്രമത്തിൻ്റെ കാലം തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കാൻ തയ്യാറാകാത്തവർക്കും എൻ്റെ സന്ദേശങ്ങളിൽ വിശ്വസിക്കാത്തവർക്കും ദുരിതം. ഈ പ്രതിസന്ധിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ അനേകം ആത്മാക്കൾ പിശാചിനാൽ ആവസിക്കപ്പെടും. കുറച്ചു പേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ലോകത്തിന് ഭയം കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. ഈ ഭ്രാന്തിനിടയിൽ ഭൂമിയിൽ എല്ലായിടത്തും സന്നിഹിതനായിരിക്കുന്ന പിശാച് മനുഷ്യരെ കൊണ്ട് തങ്ങളുടെ ജ്ഞാനസ്നാനത്തെയും കുരിശിനെയും നിഷേധിപ്പിക്കും. അനേകം അമ്മമാർ തങ്ങളുടെ ഉദരഫലത്തോട് ക്രൂരത കാണിക്കുന്നതും തുടരുകയും ചെയ്യും. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് അബോർഷനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഓരോ ദിവസവും ഒരുക്കത്തിനുള്ള സമയമാണെന്ന് അറിഞ്ഞിരിക്കുക. ലോകമെങ്ങും നൽകപ്പെടുന്ന എൻ്റെ മുന്നറിയിപ്പിൻ്റെ വാക്കുകൾ ഉടൻ തന്നെ അവസാനിക്കാൻ പോകുകയാണ്. മുന്നറിയിപ്പിൻ്റെ സമയം തൊട്ടടുത്താണ്. ഇത് കരുണയുടെ സമയമാണല്ലോ. നിങ്ങളുടെ നിദ്രയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഗൗരവമായി ഉണർന്നിരിക്കേണ്ട സമയമാണ്. എൻ്റെ പിതാവിൻ്റെ നീതിയുടെ കരം നിങ്ങളുടെ മേൽ പതിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. സൃഷ്ടാവിൽ നിന്ന് ഓടി അകലുകയും സ്വന്തം സ്വാർത്ഥമോഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ലോകമാണിത്. എന്തെന്നാൽ ഭൂമി അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യർ ഉണർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ് പ്രകാശത്തിൽ ചരിക്കുന്നതെന്നും ആരൊക്കെയാണ് അന്ധകാരത്തിൽ ജീവിക്കുന്നതെന്നും അപ്പോൾ അറിയും. എൻ്റെ വാക്കുകൾക്ക് ചെവി തരിക. ഞാൻ യേശുവാണ്. എൻ്റെ കരുണയും നീതിയും വിജയിക്കുകയും സത്യത്തിനു വേണ്ടി നിലനിന്നുകൊണ്ട് എൻ്റെ ജനം എൻ്റെ ദൗത്യത്തിനായി ജീവിക്കുകയും ചെയ്യും. മനുഷ്യകുലത്തെ ഉണർത്താനായി നിവർത്തിക്കപ്പെടുന്ന ഈ സംഭവ വികാസങ്ങൾ ഗർഭചിത്രത്തിലൂടെ കൊല്ലപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളുടെ ബലിയുടെ ഫലമാണ്. ഒന്നിനു പിറകെ ഒന്നായി എൻ്റെ കൽപ്പനകൾ ലംഘിക്കപ്പെടുന്നു. മണിക്കൂർ വച്ച് മനുഷ്യവംശം എന്നെ മറികടന്നു പോകുന്നു. എൻ്റെ പിതാവിൻ്റെ നീതിയുടെ കരം നിങ്ങളെ പ്രഹരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ഭൂമി പുതുജീവൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. മഹാസ്നേഹത്താലും കരുണയാലും മനുഷ്യവംശം ഉണർത്തപ്പെടും. നിങ്ങളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അടയാളങ്ങൾ കാണുക. അവ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അവ നിങ്ങളെ മഹാശിക്ഷയിലേക്കാണ് നയിക്കുന്നതെന്നും അറിയുക.